ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം. പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ, ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും. എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ബാക്ക് സ്ട്രോക്ക് പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ. ഇത് ആദ്യം മനസ്സിലാക്കാം. റെസ്ക്യൂ ഓഫീസർ കണ്ണദാസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ജലാശയ അപകടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരിട്ട് കാണുന്ന ആൾക്ക് വെള്ളത്തിലൊരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ നേരിൽ കാണുന്നത് അവർക്ക് മാത്രമേ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അത് 3 മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ്. അത് ആരായാലും, എത്ര സ്വിമ്മർ ആണെങ്കിൽ പോലും, എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലമുള്ള ആളാണെങ്കിലും 3 മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ 3 മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസ് ആവും. അടുത്ത 6 മുതൽ 9 മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും. അപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്തു ചാടരുത്. വെള്ളത്തിലകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് നീന്തിപ്പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിന്റെ ജീവൻ അപകടത്തിലാക്കും. അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതും പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലേർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ. പബ്ലിക്കിന്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിൽ ഒരു വസ്തു നീട്ടിക്കൊടുക്കുക. അതൊരു വടിയാവാം, അല്ലെങ്കിൽ ഒരു കയറാവാം, അല്ലെങ്കിൽ ഒരു തുണിയാവാം, അല്ലെങ്കിൽ ഒരു സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം. ഒരു 5-6 മീറ്റർ നീളമുള്ള ഒരു സാധനം ഒരു തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ്, വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങിത്താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ലൈഫ് ജാക്കറ്റ് ആവാം, ലൈഫ് ബോയ് ആവാം, ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റ് ആവാം, ഒരു ക്യാൻ ആവാം, കന്നാസ് ആവാം, എന്തെങ്കിലും ഒരു പാഴ്വസ്തു വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിന്റെ ട്യൂബോ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും. പിന്നീട് നമുക്ക് സാവധാനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം.